പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവായ ദൈവമേ, ഞങ്ങളിന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വചനങ്ങളുടെ വെളിച്ചം ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകുന്ന രീതിയിൽ ചിന്തിക്കാനും അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമുക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ക്ലേശങ്ങൾ, ഈ കഷ്ടതകൾ നിസ്സാരമാണ്, ക്ഷണികമാണ്. ക്ഷണികവും നിസ്സാരവുമായ ഈ കഷ്ടതകൾ നമുക്ക് തരുന്ന സമ്മാനം വലുതാണ്. അത് അനുപമമായ മഹത്വമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണത്. നമ്മുടെ സഹനങ്ങളെ ദൈവത്തിന് സൗഭാഗ്യമാക്കി തീർക്കാൻ കഴിയും. എന്തിനാണ് ഈ സഹനങ്ങളെന്ന്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഉത്തരം ഇതാണ്: നിനക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം നിന്റെ ജീവിതത്തിൽ സഹനങ്ങളെ അനുവദിക്കുന്നത്. നമ്മൾ ഇന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു 7 ഉദാഹരണങ്ങൾ, സഹനങ്ങൾ സൗഭാഗ്യങ്ങളായി മാറിയതിൻ്റെ 7 ഉദാഹരണങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ഉദാഹരണമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 37-ാം അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ 14 അധ്യായങ്ങളിൽ, അതിൽ 38-ാമത്തെ അധ്യായം ഒഴിച്ച് ബാക്കി 13 അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ജോസഫിൻ്റെ ജീവിതം, സൗഭാഗ്യമായി തീർന്ന ജോസഫിൻ്റെ ജീവിതം. ജോസഫിൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുടെ പരമ്പരയുണ്ട്. ആദ്യം ജോസഫ് അഭിമുഖീകരിക്കേണ്ടി വന്ന സഹനമെന്ന് പറയുന്നത് സഹോദരങ്ങളുടെ അസൂയയാണ്. അസൂയാലുക്കളായ സഹോദരങ്ങൾ ജോസഫിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, പൊട്ടക്കിണറ്റിലെറിയുന്നു, അടിമയായി വിൽക്കപ്പെടുന്നു. സഹോദരങ്ങളുടെ അസൂയ നിമിത്തമാണ് ജോസഫ് ഈജിപ്തിലെത്തുന്നത്. ഈജിപ്തിലെത്തുമ്പോൾ അവിടെ പൊന്തിഫറിൻ്റെ ഭാര്യയുടെ ചതിക്കുഴികളുണ്ട്, വഞ്ചനയുണ്ട്. അങ്ങനെ അവളുടെ വഞ്ചന നിമിത്തം ജോസഫ് കാരാഗ്രഹത്തിലെത്തുന്നു. ആ കാരാഗ്രഹത്തിൽ നിന്നാണ് ജോസഫ് ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. സഹോദരന്മാരുടെ അസൂയ, പൊന്തിഫറുടെ ഭാര്യയുടെ വഞ്ചന, അനീതി, ഇവയിലൂടെയൊക്കെ കാരാഗ്രഹത്തിലൂടെയാണ് ജോസഫ് കൊട്ടാരത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് എത്തുന്നത്. സഹനത്തെ സൗഭാഗ്യമാക്കി മാറ്റുന്ന ദൈവം. ഈ സഹനങ്ങളെക്കുറിച്ച് പിന്നീട് ജോസഫ് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ തിരുവചനം: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്.
അതായത് തിന്മകളെയൊക്കെ ദൈവം അനുവദിച്ചത് വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നുവെന്ന്. സഹനങ്ങളെ ദൈവം അവൻ്റെ സൗഭാഗ്യമാക്കി മാറ്റി, അനേകർക്ക് നന്മയാക്കി മാറ്റി. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലേക്കാണ്. ദാവീദിന് കൊട്ടാരത്തിലേക്കുള്ള വഴിയൊരുക്കപ്പെട്ടത് ഗോലിയാത്തിലൂടെയാണ്. ഗോലിയാത്ത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നു, വെല്ലുവിളിയായിരുന്നു, മരണമായിരുന്നു. അങ്ങനെ മുൻപിൽ ഉയർന്നു നിന്ന ഗോലിയാത്ത് എന്ന് പറയുന്നൊരു വാതിലിലൂടെ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം ഗോലിയാത്തിനെ ദാവീദിന് കൊട്ടാരത്തിലേക്കുള്ള വഴിയാക്കി മാറ്റി. കുറവുകളെ ദൈവം നിറവുകളാക്കി മാറ്റും, കോട്ടങ്ങളെ ദൈവം നേട്ടങ്ങളാക്കി മാറ്റും. മൂന്നാമതായി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദാനിയേൽ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. എങ്ങനെയാണത്? നെബൂഖദ്നേസർ രാജാവിനൊരു സ്വപ്നമുണ്ടായി. രാജാവ് പറഞ്ഞു, എൻ്റെ സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾ വ്യാഖ്യാനിക്കണം. ജ്ഞാനികൾ കൊട്ടാരത്തിലുണ്ടായിരുന്നവർക്ക് അതിന് സാധിക്കാതെ വന്നപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ജ്ഞാനികളുടെ ലിസ്റ്റിലുള്ള എല്ലാവരും വധിക്കപ്പെടണം. അങ്ങനെ വധിക്കപ്പെടാനുള്ളവരുടെ പട്ടികയിൽപ്പെട്ട ദാനിയേൽ അവൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ ഈ പ്രതിസന്ധിയിൽ അയാൾ രാജകൊട്ടാരത്തിലേക്ക് വരികയും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ രാജാവിൻ്റെ സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിച്ച ദാനിയേലിന് ഉന്നതമായ ബഹുമതികൾ ലഭിക്കുന്നു. ഇവൻ്റെ ഉന്നതമായ ബഹുമതിയുടെ പിറകിൽ ഇതാ ഒരു സഹനത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ദൈവം സഹനത്തെ സൗഭാഗ്യമാക്കി മാറ്റി. നാലാമതായി വിശുദ്ധ യൗസേപ്പ് പിതാവ് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാളായിട്ടാണ്. തനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള യുവതി ഗർഭിണിയാണ് എന്ന അറിവിലൂടെ കടന്നു പോകുന്ന യൗസേപ്പ് പിതാവ്. എത്ര വലിയൊരു പ്രതിസന്ധിയാണ്! ഈ പ്രതിസന്ധിയെ യൗസേപ്പ് പിതാവ് പ്രാർത്ഥനയാക്കി മാറ്റി. പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആ വലിയ പ്രതിസന്ധിയെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഇതാ യൗസേപ്പ് പിതാവ് അറിയാതെ മറിയം ഗർഭിണിയായതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ദൈവം ആ ഏറ്റവും വലിയ പ്രതിസന്ധിയെ യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാക്കി മാറ്റി. നിന്റെ ഏറ്റവും വലിയ പ്രോബ്ലത്തെ ഏറ്റവും വലിയ പോസിബിലിറ്റിയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നിന്റെ ദൈവം. നീ നിന്റെ പ്രതിസന്ധികളെ കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ പ്രതിസന്ധികളെ ദൈവം സാധ്യതയാക്കി മാറ്റും. കാനായിലെ കല്യാണ വീട്ടിൽ വലിയൊരു പ്രതിസന്ധി, അപമാനത്തിൻ്റെ പ്രതിസന്ധി, കുറവുകളുടെ പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വീടിനെ ഇന്നും എന്നും നമ്മൾ ഓർക്കുന്നത് അവിടെ ഒരു കുറവുണ്ടായത് കൊണ്ടാണ്. ഈ കുറവിൻ്റെ വഴിയിലൂടെയാണ് ഈശോയ്ക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശനം കിട്ടിയത്. അവൻ ആ ഭവനത്തിലെ നാഥനെ പോലെയായത് ആ കുറവുണ്ടായിരുന്നത് കൊണ്ടാണ്. കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പലപ്പോഴും വഴികൾ തുറന്നു കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലൂടെയാണ്. അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിലെ കുറവാണ് കർത്താവിന് തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ലഭിച്ച അവസരമായി മാറിയത്. ആറാമതായി ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, കുരിശെന്ന് പറയുന്ന പ്രതിസന്ധി. ഈ കുരിശെന്ന് പറയുന്ന പ്രതിസന്ധിയാണ് കർത്താവ് ഈശോ മിശിഹായ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറിയത്, ഏറ്റവും വലിയ മഹത്വമായി മാറിയത് കുരിശാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളാണ് നമുക്ക് ഏറ്റവും വലിയ
മഹത്വത്തിലേക്കുള്ള രാജവീഥികളായി മാറുന്നത്. ഏഴാമതായി, ചിതറിക്കപ്പെട്ട സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. സഭ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട്, ചിതറിക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടായ ഫലം എന്താണ്? എവിടെയൊക്കെയോ ഇവർ ചിതറിക്കപ്പെട്ടോ അവിടെയൊക്കെ വചനം വിതയ്ക്കപ്പെട്ടു. എങ്ങോട്ടൊക്കെ ഇവർ പലായനം ചെയ്യപ്പെട്ടോ അവിടെയൊക്കെ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടു. സഭ വളർന്നു. ആദിമസഭയുടെ ചിതറിക്കപ്പെട്ട അവസ്ഥ, പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. സഹനത്തെ ദൈവം സൗഭാഗ്യമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വചനം ആവർത്തിക്കാം. റോമ 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരങ്ങളാണ്. കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയിട്ടുള്ള 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. നമുക്ക് കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളെ ഓർത്ത്, ക്ലേശങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. സഹനങ്ങളുടെ വാതിലുകളിലൂടെ അങ്ങ് ഞങ്ങളെ സൗഭാഗ്യത്തിൻ്റെ തീരത്തേക്ക് നയിക്കുകയാണല്ലോ. അങ്ങയുടെ കരുതലിൻ്റെയും കരുണയുടെയും കരം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദർശിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.